ഹലോ ഗൈസ്, ഇന്നൊരു സംഭവം ഉണ്ടായി. എൻ്റെ പൊന്നെ, ഞാൻ ദേ ഡ്യൂട്ടി കഴിഞ്ഞിപ്പോൾ വന്നുള്ളൂ. അപ്പോൾ ജോലി സ്ഥലത്ത് ഞാനൊരു കുട്ടിയുടെ അടുത്ത് എനിക്ക് കമ്പനി ആവണമെന്ന് തോന്നി. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ ആളുടെ അടുത്ത് ചെന്നു. എന്നിട്ട് ഒന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും പണിവാളി. എൻ്റെ പൊന്നി, നാണം കെട്ട് ഇല്ലാതായിപ്പോയി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദേ മുടിയൊക്കെ വെട്ടി നൈസിൽ. അപ്പോൾ ഇന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനെന്താ ആളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഇങ്ങനെ സംസാരിക്കണം എന്നുള്ളൊരു കമ്പനി ആവണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന് എന്താ കോൺഫിഡൻ്റ് ഒക്കെ കയറി. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ജസ്റ്റ് സംസാരിക്കാമെന്ന് വിചാരിച്ച് തുടങ്ങി. എന്തൊരു സെൻറ്റൻസ് തുടങ്ങി, ജസ്റ്റ് എവിടെയാ സ്ഥലം എന്നോ അങ്ങനെ എന്തോ തുടങ്ങി. എന്നിട്ട് അങ്ങനെ എവിടെ സ്ഥലം എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് എന്താ ഇവിടെ എത്ര നാളായെന്ന് ചോദിക്കാൻ വന്നപ്പോഴേക്കും കട്ടായിപ്പോയി. അവിടെ വെച്ച് സ്റ്റക്കായി. ആകെ ഇതായിപ്പോയില്ലേ. എനിക്കപ്പോൾ മനസ്സിലായി ഇംഗ്ലീഷിൻ്റെ ഇംഗ്ലീഷ് വാക്കുകൾ വന്നില്ല. സ്റ്റക്കായിപ്പോയെന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അവരെൻ്റെ മുഖത്ത് നോക്കിക്കാ. ഞാനാണെങ്കിൽ അവസാനം കുറച്ചേരം ഇങ്ങനെ നിന്നിട്ട് ഓക്കെ ദാറ്റ്സ് ഓൾ സീ യു ഗൈസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു. ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ പൊന്നെ, അവർ റെസ്പോണ്ട് ചെയ്തു. അവർ കളിയാക്കിയില്ല കേട്ടോ, അതാണ് ഏറ്റവും വലിയ എൻ്റെ ഭാഗ്യം. അവർ കളിയാക്കിയില്ല, ജസ്റ്റ് ചിരിച്ചിരിച്ചിരുന്നു. പക്ഷെ എനിക്ക് ഞാൻ പ്ലാൻ ചെയ്ത് ഞാൻ പ്ലാനൊക്കെ ഇട്ടിട്ട് പോയേ ചോദിക്കാന്നുള്ള രീതിയിൽ. പക്ഷെ തീർന്നു. ഞാൻ പുറത്തിറങ്ങി എന്തോരം നേരം ഇതായിന്നറിയോ, തലക്കൊക്കെ അടിക്കായിരുന്നു. ആവശ്യമുള്ള സമയത്ത് വാക്കുകൾ വരില്ല, അതാ പ്രശ്നം. നമ്മളിപ്പോൾ ഞാൻ കണ്ടില്ലേ, ഇപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ സംസാരിക്കണല്ലേ, ഇതുമാതിരി മലയാളത്തിൽ സംസാരിക്കണ മാതിരി ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ്. ഞാനതുകൊണ്ട് ജോലി സ്ഥലത്ത് അങ്ങനെ അധികാരുടെ അടുത്തും സംസാരിക്കും. പക്ഷെ എന്നാലും വിക്കി ആ ഒരു ഇതിലേ സംസാരിക്കുള്ളൂ. അപ്പോൾ എനിക്ക് പയ്യനി ഇംഗ്ലീഷ് ഞാൻ ഈ ഒരു മാസം കൊണ്ട് എന്തായാലും ഇംഗ്ലീഷ് പഠിച്ചെടുക്കും. അത്യാവശ്യം സംസാരിക്കാനുള്ളൊരു കോൺഫിഡൻസ് ഞാൻ വരുത്തും. അപ്പോൾ ഈ മാസത്തെ എൻ്റെ ഗോൾ അതാ. ഞാൻ അപ്പോൾ അത് റെക്കോർഡ് ചെയ്തെന്നുള്ളൂ. അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇന്നോട്ട് ഞാനൊരു ബുക്കും പേനെടുത്ത് എഴുതി തുടങ്ങാൻ പോണ്. ഗ്രാമറും ബേസും കാര്യങ്ങളൊക്കെ. അങ്ങനെ പിന്നെ അതുപോലെ എനിക്കിങ്ങനെ പുറത്ത് നമുക്ക് പരിചയമില്ലാത്ത ആളുകളെ കാണുമ്പോൾ എനിക്ക് സംസാരിക്കാനൊരു ഇതുണ്ട്. ഒരു പേടി വരും. പേടിയല്ല, നമുക്കിപ്പോൾ സംസാരിക്കണമെന്നുണ്ട്. ഇടയ്ക്കൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വാക്ക് കിട്ടില്ല. ഇവിടെ ഇംഗ്ലീഷുകാരുള്ളൂ, അപ്പോൾ സ്റ്റക്കായി പോകും. അപ്പോൾ ഹായ് ബൈ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിച്ച് അങ്ങനെ പോകും. പക്ഷെ എനിക്കതൊന്ന് ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇനി എന്തായാലും ഈ മാസം അതിനുള്ള പരിപാടിയാണ്. എന്തായാലും സ്ട്രേഞ്ചേഴ്സായിട്ട് അവർ വേറെ എല്ലാവരും പാവങ്ങളാണ് സംസാരിച്ച് കഴിയുമ്പോൾ. പക്ഷെ അവരായിട്ട് അത് സംസാരിക്കാനുള്ളൊരു ഇതുണ്ടാക്കിയെടുക്കുക. പിന്നെ ചില സമയത്ത് വേർഡ്സ് കിട്ടില്ല. അപ്പോൾ അതൊക്കെ എന്തായാലും ഈ മാസം ഞാൻ ഫോക്കസ് ചെയ്യും. അങ്ങനെ അപ്പോൾ പയ്യെ സെറ്റ് ചെയ്യണം കാര്യങ്ങളൊക്കെ. ഇതെനിക്ക് വീഡിയോ എടുക്കണം എന്ന് തോന്നി, അങ്ങനെ ഞാൻ എടുത്തതാണ്. വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു നാണം കെട്ടൊരു ഫീൽ അങ്ങനെ ആയിപ്പോയി. എനിക്ക് എന്നെ തന്നെ ഒരു ഇതുണ്ടാവുമല്ലോ, അപ്പോൾ അത് ആകെ ഇതായിപ്പോയി. അപ്പോൾ എനിക്ക് എന്തായാലും ഇത് പഠിച്ചെടുത്താൽ പറ്റൂ. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ് അങ്ങനെയായിട്ട്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ.